എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല പച്ചമാങ്ങ വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സ് ആണ്. ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല 2 പച്ചമാങ്ങ വിളഞ്ഞിട്ടുള്ളതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. പച്ചയായിട്ടുള്ള മാങ്ങ എടുക്കണേ, പഴുക്കാത്ത നല്ല പച്ചയായിട്ടുള്ള മാങ്ങ തന്നെ എടുക്കുക. ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഡെസിഗ്നേറ്റ് കോക്കനട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലൊരു പാൻ എടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ആ തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് അതിൻ്റെ വെള്ളം വറ്റി കിട്ടാനാണ്, അല്ലാണ്ട് അതിൻ്റെ ബ്രൗൺ കളറാകുന്നത് വരെ അത് വഴറ്റി കൊടുക്കരുത്. ഇനി ഞാനിവിടെ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി പോവരുത്, ഇത്രമാത്രം വെള്ളം എടുക്കുക. ഇനി ഇതിലേക്ക് തെളിച്ച് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉപ്പും 4 ഏലക്കായ, 4 കറാമ്പൂ, അതുപോലെ തന്നെ ഒരു 2-3 ചെറിയ പീസായിട്ടുള്ള പട്ട ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നാലും നല്ലൊരു ഫേവറേറ്റ് കിട്ടുന്നത് വേവിച്ച് വരുന്ന സമയത്ത്. എന്നിട്ട് നന്നായിട്ട് തെളിച്ച് വരട്ടെ, നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇവിടെ ഇത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പട്ട കറാമ്പൂ ഒക്കെ ചേർത്തത് കൊണ്ട് ഇതിൽ തരിത്തരിപ്പ് കാണും. അപ്പം നമ്മൾക്കൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ ഇത് തിന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു പാൻ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും, പെട്ടെന്ന് അടുക്കി പിടിക്കുകയും ചെയ്യും. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇവിടെ വേവിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിവിടെ എടുക്കുന്നത്. അപ്പം നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ട് കെട്ടാണ്ട് കലക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി എടുക്കാതെ കുറേശ്ശെ കട്ടിക്ക് തന്നെ ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് കൈ വിടാണ്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണേ. വെള്ളം കൂടി പോവാണ്ട് നമ്മളിത് ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് നന്നായിട്ട് സ്നാക്സ് എടുക്കുന്ന സമയത്ത് നല്ലൊരു തിക്കായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ ഞാൻ ഒരു 1.5 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഗ്രീൻ ഫുഡ് കളറാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലും നമുക്ക് നല്ലൊരു വേവിച്ച് വരുന്ന സമയത്ത് നല്ലൊരു ഗ്രീൻ കളറായിട്ട് നമ്മുടെ സ്നാക്സ് കിട്ടത്തുള്ളൂ. ഇളക്കി കിടക്കുന്ന സമയത്ത് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ നമ്മളുടെ സ്നാക്സ് ശരിയാവത്തില്ല. എനിക്കിവിടെ 5-8 മിനിറ്റ് ആയിരുന്നു എനിക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു വെള്ളം വലിയുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് ഇളകിക്കൊണ്ടേയിരിക്കുക. ഇതുപോലെ ഇത് വറ്റി വരുന്ന സമയത്ത് നമ്മൾക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ കയ്യിൽ ബട്ടർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നെയ്യാണ് ചേർത്ത് കൊടുത്തേ. ബട്ടർ ആകുമ്പോൾ ഇതിലേറെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എനിക്കിതിവിടെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ നന്നായിട്ട് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുക്കണേ. എന്നാലാണ് നമ്മൾ അത് മുറിച്ചെടുക്കുന്ന സമയത്ത് ശരിക്കും കിട്ടത്തുള്ളൂ. ഇനി നമ്മൾക്ക് ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇനി പരന്ന പാത്രത്തിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ചതുരത്തിലായിട്ടോ അല്ലെങ്കിൽ വട്ടത്തിലായിട്ടോ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലും കൂടുതൽ പരന്ന പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്, എന്നാൽ ആ ഷേപ്പിൽ തന്നെ കിട്ടും. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മുറിച്ചെടുത്ത് നോക്കാം. അപ്പം നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണം അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇത് ജെല്ലി പോലത്തെ ഒരു സ്നാക്സാണ്. കാണാനും കഴിക്കാനും ഒക്കെ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇതിൽ എല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആ തേങ്ങയിൽ കോട്ടിങ് ചെയ്തെടുത്താൽ മതി. നമ്മൾക്ക് കുട്ടികൾക്കും എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ ഒരു മാങ്ങ സീസണൊക്കെ ആണല്ലോ, പച്ച മാങ്ങ സീസൺ. അപ്പോൾ നമുക്ക് എല്ലാവരുടെ വീട്ടിലും മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കിഡിലൻ സ്നാക്സ് തന്നെയാണ് കേട്ടോ. കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചെറിയ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയാൽ ശരിയാവില്ല കേട്ടോ. ഉണ്ടാക്കുമ്പോൾ നല്ല മൂത്ത വിളഞ്ഞിട്ടുള്ള പച്ചമാങ്ങ തന്നെ എടുക്കണേ. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.